പല യൂണിവേഴ്സിറ്റീസിലും കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ഒരു വലിയൊരു പ്രോഗ്രാം ആയിട്ടുള്ള കോൺവെക്കേഷൻ നമ്മുടെ ഇഗ്നോയ്ക്കകത്തും ഉണ്ട് എന്നുള്ളത് പല ഇഗ്നോ സ്റ്റുഡൻസിനും അറിയില്ല കേട്ടോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോൺവെക്കേഷനെ പറ്റി മാത്രമാണ്. ഇഗ്നോയ്ക്കകത്ത് വർഷത്തിൽ 2 തവണയാണ് എക്സാം നടക്കുന്നത്. ഒന്ന് ജൂണിലും മറ്റൊന്ന് ഡിസംബറിലും. നമ്മൾ ജൂണിൽ പാസ്സായി കഴിഞ്ഞാലും ഡിസംബറിൽ പാസ് ഔട്ട് ആയി കഴിഞ്ഞാലും നമുക്ക് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇഗ്നോ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അത് മിക്കവാറും വരിക നമ്മുടെ ഓരോ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ജൂണിൽ പാസ്സായിട്ടും കാര്യമില്ല, ഡിസംബറിൽ പാസ്സായിട്ടായിട്ടും കാര്യമില്ല. അവരെന്തായാലും സർട്ടിഫിക്കറ്റ് തരണം എന്നുണ്ടെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ ടൈം എടുക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ വിത്തിൻ ഒരു 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും ഓട്ടോമാറ്റിക്കലി അവർ പോസ്റ്റലായിട്ട് അയച്ചിടും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ഗ്രേഡ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലോട്ട് അവർ അയച്ചിടും. പല ആൾക്കാർക്കും പോസ്റ്റലായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അത് തിരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം അത് ഓട്ടോമാറ്റിക്കലി തന്നെ വരും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ 1 വർഷം 1.5 വർഷമൊക്കെ ടൈം എടുക്കുന്ന വരെ നിങ്ങൾക്ക് ആ ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വാലിഡ് ആണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ വാലിഡ് ആണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും. പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺവെക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യണം. അത് നിങ്ങൾ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് സർട്ടിഫിക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺവെക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്തേ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് 37ാമത്തെ കോൺവെക്കേഷനാണ്. ഇനിയിപ്പോൾ ഈ ഒരു മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്നത് 38ാമത്തെ കോൺവെക്കേഷനാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും കയറിയിട്ടൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനൊരു സർട്ടൻ പീരീഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിൽ 1 തവണയെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലേറ്റസ്റ്റ് ആ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് 38ാമത്തെ കോൺവെക്കേഷനാണ്. അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ 37ാമത്തെ കോൺവെക്കേഷൻ വരെ ആ ടേമിൽ പാസ് ഔട്ട് ആയ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ ഓരോ കോൺവെക്കേഷനും കൊടുക്കുന്നുണ്ട്. 36ാമത്തെ വഴിയിൽ 37ാമത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 2 ടേമിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു 38ാമത്തെ കോൺവെക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ 2023 ഡിസംബറിലോ അല്ലെങ്കിൽ 2024 ജൂണിലോ പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഈ 38ാമത്തെ കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് വരുന്നതാണ്, അപ്പോൾ 2023 ജൂണും അല്ലെങ്കിൽ 2022 ഡിസംബറും അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഒക്കെ പാസ് ഔട്ട് ആയ ആൾക്കാർ കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യാത്തവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ കോൺവെക്കേഷൻ ഓൾറെഡി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു 38ാമത്തെ കോൺവെക്കേഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഓൾഡ് കോൺവെക്കേഷൻ പോർട്ടലുണ്ട്, അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ചോദിക്കും. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നേരിട്ട് പോയിട്ട് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് കളക്ട് ചെയ്യണോ, അതും നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചാൽ മതിയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺവെക്കേഷൻ പ്രോഗ്രാം ഒന്നും ഉണ്ടാവില്ല. കാരണം പ്രോഗ്രാമൊക്കെ ഓരോ വർഷം ഒരു ഫിക്സ്ഡ് ടൈമിൻ്റെ ഉള്ളിൽ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പിന്നെ ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ അവിടെ പോയിട്ട് വാങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് ഉള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി 2023 ഡിസംബറിലും 2024 ജൂണിലും പാസ് ഔട്ട് ആയ ആൾക്കാർക്ക് ഇപ്പോൾ 38ാമത്തെ കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ബാക്കിയുള്ള കുറച്ച് ആൾക്കാർക്ക് ഇൻവിറ്റേഷൻ കിട്ടും. അവർക്ക് കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുത്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാം. ബാക്കിയുള്ള ആൾക്കാർക്ക് അവർ പോസ്റ്റലായിട്ട് അയച്ചിടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്, അപ്പോൾ ഈ 2024 ഡിസംബറിൽ പാസ് ഔട്ട് ആയവർക്കോ എന്നുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വർഷത്തിൽ 1 തവണ മാത്രമേ കോൺവെക്കേഷൻ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ 38ാമത്തെ കോൺവെക്കേഷൻ കഴിയാൻ പോണ സ്ഥിതിക്ക് 2026 ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും 39ാമത്തെ കോൺവെക്കേഷൻ വിളിക്കും. അതിലാണ് ഇപ്പോൾ 2024 ഡിസംബറിൽ പാസ് ഔട്ട് ആവുന്ന ആൾക്കാരും 2025 ജൂണിൽ പാസ് ഔട്ട് ആവുന്ന ആൾക്കാരും അപ്ലൈ ചെയ്യേണ്ടത്. അത് അടുത്ത വർഷം ഈ ടൈം ഒക്കെ ആകുമ്പോഴേ വിളിക്കുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 38ാമത്തെ കോൺവെക്കേഷൻ ചെയ്യേണ്ടവർ ആരൊക്കെയാണെന്ന് ഇവിടെ ഓൾറെഡി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺവെക്കേഷൻ നോർമലി നടക്കുന്നത് നമ്മുടെ റീജിയണൽ സെൻറ്ററിലായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വടകര, കൊച്ചിൻ, ട്രിവാൻഡ്രം. അപ്പോൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ എവിടെയാണോ അവിടെയാണ് പ്രോഗ്രാം നടക്കുക. ഇൻ കേസ് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ ആ ഒരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് റീജിയണൽ സെൻറ്ററിലായിരിക്കും നടക്കുക. അപ്പോൾ വടകരയിൽ നടക്കുന്നില്ലെങ്കിൽ വടകരത്തെ സ്റ്റുഡൻസിന് കൊച്ചിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, കൊച്ചിയിലില്ലെങ്കിൽ ട്രിവാൻഡ്രത്തായിരിക്കും നടക്കുക. അപ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മുടെ സ്റ്റേറ്റിലേ വേറെ ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ കോൺവെക്കേഷൻ നടക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫീസിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം ഒരു UG, PG, ഡിപ്ലോമ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ 600 രൂപയാണ് ഇഗ്നോയ്ക്ക് അടയ്ക്കാനുണ്ടാവുക. അതേസമയം നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണ്, വെറും 6 മാസം കൊണ്ട് തീർക്കാവുന്ന പ്രോഗ്രാമാണ് എടുത്തെങ്കിൽ വെറും 200 രൂപ മാത്രമാണ് ഇഗ്നോയ്ക്ക് അടയ്ക്കാനുണ്ടാവുള്ളൂ. ഓക്കെ, അത് നമുക്ക് പേയ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വഴിയൊക്കെ അടയ്ക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കോൺവെക്കേഷൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ MBA, MCA, MCOM ഒക്കെ ഓൾഡ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഇയറിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, സെക്കൻഡ് ഇയറിന് വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾ 1200 രൂപ പേ ചെയ്യണം കേട്ടോ. അതുകൂടെ പറയുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതും കൂടി ടിക്ക് ചെയ്തിട്ട് ഐ എഗ്രി ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റിലോട്ട് പോകും. ഇവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. ഓൾറെഡി നിങ്ങൾ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പാസ്വേഡൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ആദ്യത്തെ യൂസർ ആണെന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ എൻറോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ വരും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. കംപ്ലീറ്റ് ആക്കിയ ശേഷം വീണ്ടും നമ്മളിവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് അതിനകത്ത് നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് കൊടുക്കാനുണ്ടാവും, അത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് റീജിയണൽ സെൻറ്ററിൽ നേരിട്ട് പോയി കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങണോ ചോദിക്കും. അങ്ങനെ അത് എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിന് പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. ഇനി നിങ്ങൾ നോ ആണ് കൊടുക്കുന്നത്, അതായത് നിങ്ങൾക്ക് പോസ്റ്റൽ മോഡാണ് വേണ്ടതെങ്കിൽ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു പോസ്റ്റലായിട്ട് അയച്ചിരുന്നതായിരിക്കും. പോസ്റ്റലായിട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ID കാർഡൊക്കെ അപ്ലോഡ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഇത്രയും ദിവസം നമ്മുടെ 38ാമത് കോൺവെക്കേഷൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫെബ്രുവരി, മാർച്ചിൽ നടക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഡേറ്റ് ഡിക്ലെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കോൺവെക്കേഷൻ നടക്കാൻ പോകുന്നത് 5th മാർച്ച് 2025 ആണ്. ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുക. ഈ ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ ഗോൾഡ് മെഡലൊക്കെ കൊടുക്കുന്ന പ്രോഗ്രാമൊക്കെ നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക, മൈതാൻഗാരിയിൽ വെച്ചിട്ട്. അതേസമയം നമ്മുടെയൊക്കെ റീജിയണൽ സെൻറ്ററിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് നിങ്ങളുടെ സ്വന്തം റീജിയണൽ സെൻറ്ററിൽ വെച്ചിട്ടാണ്. നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ ആ ഒരു പ്രോഗ്രാം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് സെൻറ്ററിൽ വെച്ചാൽ നടക്കുക. പക്ഷേ അവർ തന്ന ലിസ്റ്റിൽ നമ്മുടെ കേരളത്തിലുള്ള 3 റീജിയണൽ സെൻറ്ററിൻ്റെയും പേരുണ്ട് കേട്ടോ. അതായത് കൊച്ചിയുണ്ട്, വടകരയുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. അപ്പം 3 റീജിയണൽ സെൻറ്ററിലും കോൺവെക്കേഷൻ ഇത്തവണ നടക്കുന്നുണ്ട്. മാർച്ച് 5-നാണ് പ്രോഗ്രാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും 2023 ഡിസംബറിലോ 2024 ജൂണിലോ പാസ് ഔട്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാർ കോൺവെക്കേഷൻ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫെബ്രുവരി 25 വരെ നിങ്ങൾക്ക് കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കോൺവെക്കേഷൻ 38ാമത്തെ കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഫെബ്രുവരി 25 അതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസ്റ്റൽ മോഡാണോ വേണ്ടത്, കോൺവെക്കേഷൻ മോഡാണോ വേണ്ടത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പോസ്റ്റൽ മോഡാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ നിങ്ങളുടെ വീട്ടിലോട്ട് നമ്മളൊരു അഡ്രസ്സ് കൊടുക്കും, ആ അഡ്രസ്സിലോട്ട് അവർ അയച്ചു തരും. അപ്പം ഈ അയച്ചു തരുന്ന എത്ര ടൈം എടുക്കുമെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ അനുസരിച്ചിരിക്കും. ചില റീജിയണൽ സെൻറ്ററൊക്കെ പെട്ടെന്ന് അയച്ചിടും, ചില റീജിയണൽ സെൻറ്ററൊക്കെ ലേറ്റ് ആയിട്ട് അയച്ചിടുള്ളൂ. ഇതിലിപ്പോൾ നമ്മുടെ വടകര റീജിയണൽ സെൻറ്ററെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം അഭിപ്രായം മാത്രമാണ്. കാരണം അവർ പോസ്റ്റലായിട്ട് അയച്ചിടാൻ നല്ലോണം ടൈം എടുക്കുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കോൺവെക്കേഷൻ നടന്നേക്കുന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് ഈ മാസമാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 1 വർഷത്തിൻ്റെ മേലെ എടുത്തിട്ടുണ്ട് അവർ അയച്ചിടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും പല ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി കൊച്ചിനാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളൊക്കെ പൊതുവെ അയച്ചു തരാറുണ്ട്. ട്രിവാൻഡ്രം അങ്ങനെ തന്നെയാണ് കേട്ടോ, 2-3-4 മാസത്തിനുള്ളൊക്കെ ആയിട്ട് അവരും അയച്ചു തരാറുണ്ട്. അപ്പോൾ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റലായിട്ട് എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 1 to 3 months ഉള്ളിലൊക്കെ ആയിട്ട് അവർ പോസ്റ്റലായിട്ട് അയച്ചിരും. പക്ഷേ ചില റീജിയണൽ സെൻറ്റർ നല്ലോണം ഡിലേ ആണ്, എസ്പെഷ്യലി വടകര റീജിയണൽ സെൻറ്റർ. ഓക്കെ, അതാണ് പോസ്റ്റലായിട്ട് കൊടുത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാവുന്നതാണ്. ഇനി
കോൺവെക്കേഷൻ മോഡ് കൊടുത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കോൺവെക്കേഷൻ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷം പാസ് ഔട്ട് ആവുന്നത് ഓരോ റീജിയണൽ സെൻറ്റേഴ്സിൽ 5000 പേരൊക്കെയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് 5000 പേരെ ഇൻവൈറ്റ് ചെയ്യാൻ പോസിബിൾ ആണോ? അല്ല, പോസിബിൾ അല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രം പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൂടുതലും UG PG സ്റ്റുഡൻസിനെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുക. അതായത് BCom MCom MBA BBA ഇങ്ങനത്തെ ഇതിനാണ് എടുക്കുക. അല്ലാതെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, PG ഡിപ്ലോമ PG സർട്ടിഫിക്കറ്റ് ഇവരെ ആൾക്കാരൊന്നും കോൺവെക്കേഷന് ഇൻവൈറ്റ് ചെയ്യില്ല. ചെയ്യുന്ന ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ UG അല്ലെങ്കിൽ PG എടുത്ത ആൾക്കാരായിരിക്കും. അതിൽ തന്നെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യില്ല. അവർ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുക. എങ്ങനെ സെലക്ട് ചെയ്യാൻ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ PG സ്റ്റുഡൻസിനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുക? അപ്പോൾ കോൺവെക്കേഷൻ മോഡ് കൊടുത്ത എല്ലാവരെയും പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യണമെന്നില്ല. കുറച്ച് പേരെ മാത്രം ഇൻവൈറ്റ് ചെയ്യും. അത് മെയിലായിട്ടോ SMS ആയിട്ടോ വരും. ആ ഒരു മെയിലിനകത്ത് നിങ്ങളുടെ ഡ്രസ് കോഡ്, ലൊക്കേഷൻ, ടൈം എന്നീ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, ഇപ്പോൾ മാർച്ച് 5-നാണല്ലോ നമ്മൾ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാവുക നടക്കുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ അഡ്രസ്സ്, എപ്പോൾ എത്ര എന്നുള്ള ടൈമിങ്, ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ആ ഒരു മെയിലിനകത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്തിട്ട് പോവാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ട് വാങ്ങാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഇഗ്നോയുടെ 37ാമത്തെ കോൺവെക്കേഷൻ ഞാൻ കഴിഞ്ഞ വർഷം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ MCOMൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കൊച്ചിൻ റീജിയണൽ സെൻറ്റർ ആയിരുന്നു, പക്ഷേ പ്രോഗ്രാം നടന്നത് കൊച്ചിൻ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ എൻറോൾമെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ സീറ്റിംഗ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഒരു ഓഡിറ്റോറിയം ഹാളല്ലേ, അപ്പോൾ നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വൈറ്റ്, ഓഫ് കളർ, അങ്ങനെ ഓഫ് വൈറ്റ്, ക്രീം അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗേൾസ് ആണെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ സാരി ഇടണം. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ മെയിൽ വന്നതിൽ നമ്മുടെ ഡ്രസ് കോഡ് കാര്യങ്ങൾ, സമയം, സ്ഥലം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സ്റ്റേജിൽ ആരും വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ സ്ക്രീനിലായിട്ട് നമ്മുടെ ഡൽഹിയിലത്തെ ലൈവ് വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഗോൾഡ് മെഡലിസ്റ്റിനൊക്കെ ഗോൾഡ് മെഡലൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ അവരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു തുടങ്ങും. അപ്പോൾ ഓരോരുത്തരുടെ പേരിങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുക. അപ്പോൾ നമുക്ക് അവിടെ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അത് നമ്മുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫോട്ടോ അയച്ചിരും കേട്ടോ. അങ്ങനെ ഞാൻ എടുത്ത ഫോട്ടോ ആണ് ഇത്. പക്ഷേ ഈ ഫോട്ടോ കിട്ടാൻ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചഭക്ഷണം ഇവിടെ ഉണ്ട്. പക്ഷേ അവർ പറയുന്ന ഹോട്ടലിൽ പോയിട്ട് കൂപ്പൺ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാം. കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് മോഡ് കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ മാർച്ച് 5-ന് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റീജിയൻ സെൻറ്റർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അയച്ചിടാവുന്നതാണ്. ഒരു നോർമൽ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം, കൊച്ചിയൊക്കെ 3 മാസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വടകരയാണെങ്കിൽ 1 ഇയർ ആയിട്ടും കൊടുത്തിട്ടില്ല. എനിക്കൊക്കെ 1 ഇയർ കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ചില ആൾക്കാർക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആവാനാണ് ഇപ്പോഴും ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പോസ്റ്റായിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മാസമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയോക്കുക. മാർച്ച് 5 കഴിഞ്ഞിട്ട് 2-3 മാസം വെയിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയൻ സെൻറ്ററിൽ നേരിട്ട് പോയിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. ഓൾറെഡി നിങ്ങൾ പൈസ അടച്ചുകൊണ്ട് ഇനി പൈസ അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ID കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ വാങ്ങി വരാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു 3 മാസം പ്രോഗ്രാം കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. നോർമൽ അത്രയൊക്കെ ടൈം എടുക്കാറുണ്ട്. മിനിമം ടൈം 3 മാസമൊക്കെ എടുക്കാറുണ്ട്. മാക്സിമം എത്ര വേണമെങ്കിലും ആവാം, ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ റീജിയൻ സെൻറ്റർ. ഇനി കോൺവെക്കേഷൻ മോഡ് കൊടുത്തവരുടെ കേസാണ് പറയുന്നത്. കോൺവെക്കേഷൻ മോഡ് കൊടുത്തു, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നു. ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇൻവിറ്റേഷനിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അവിടെ പോയിട്ട്, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, അതുപോലെ നിങ്ങൾക്ക് അന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി വരാവുന്നതാണ്. ഇൻവിറ്റേഷൻ വന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിറ്റേ ദിവസം പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയൻ സെൻറ്ററിൽ നേരിട്ട് പോയി കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പിറ്റേ ദിവസം പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന പോസ്റ്റലായിട്ട് അയച്ചു തരുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് നിങ്ങളുടെ റീജിയൻ സെൻറ്റർ അയച്ചിരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടേ ഇല്ല, കോൺവെക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യില്ല, ചില ആൾക്കാരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻവിറ്റേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസ്റ്റലായിട്ട് നേരത്തെ പിള്ളേരെ അയച്ചു കൊടുക്കില്ലേ, ആ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചിരുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും അർജൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ആരെങ്കിലും കോൺവെക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ
ഈ പറഞ്ഞേക്കുന്ന ഫെബ്രുവരി 25 ഉള്ളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ 2023 ഡിസംബറിലോ 2024 ജൂണിൽ പാസ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് കോൺവെക്കേഷൻ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റും. പക്ഷേ കോൺവെക്കേഷൻ പ്രോഗ്രാം ഒന്നും ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. കോൺവെക്കേഷൻ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഫെബ്രുവരി 25 വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും കോൺവെക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.